Hi, welcome back to an evening with family. അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങളൊരു ഈവനിങ് ഔട്ട് പോവാൻ പ്ലാൻ ചെയ്തു. ഈദെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും ഒരു സ്ലീപ്പ് ഓവറൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കടമക്കുടി പോകാമെന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ്. മാമി പതുക്കെ പാവം ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതിനുള്ള ചീത്തയൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേസിങ് റൂട്ടായിരുന്നു ഇത്. ഒരു നമ്മൾ കാണാത്തൊരു സൈഡ് പോലെ എനിക്ക് തോന്നി, ബിക്കോസ് ഞാൻ പോയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ കടമക്കുടി എത്തി. പക്ഷേ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ബട്ട് ദ പ്ലേസ് വാസ് അമേസിങ്. ഒരു നല്ല വിൻഡി ആയിരുന്നു. പിന്നെ വി സോ സം ആക്ടിവിറ്റീസ്, കയാക്കിങ്, അതൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് മെയിൻ സ്പോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി. നല്ലൊരു ഈവനിങ് ആയതുകൊണ്ട് ദ സൺ വാസ് ലിറ്ററലി അപ്പ് ദെയർ. പിന്നെ നമ്മൾ അവിടെ കുറച്ചൊരു അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വി ഡിസൈഡഡ് കുറച്ച് മൂവ് ചെയ്തിട്ട് ടു ഗോ ടു എ മോർ പീസ്ഫുൾ പ്ലേസ്. അങ്ങനെ നൻതാത്ത ഷോയിങ് ഓൾ ഹർ ഡ്രാമ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു. വി സോ ബ്യൂട്ടിഫുൾ പ്ലേസസ്. ഒരു ചേട്ടൻ വഞ്ചിയൊക്കെ തുഴഞ്ഞു പോകുന്നത് ഞാൻ സ്പോട്ട് ചെയ്തു അടുത്ത് കാണാൻ. ഇറ്റ് വാസ് സോ നൈസ്. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഈ ഒരു പ്ലേസിൽ അധികാരം ഉണ്ടായില്ല. അപ്പോൾ ആ ഈവനിങ് ദ ബ്യൂട്ടി ഓഫ് സൺസെറ്റ് അത് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് കുറേ നാളായി ഇങ്ങനെ ഒരു സൺസെറ്റ് കണ്ടിട്ട്. പണ്ടൊക്കെ ഐ യൂസ് ടു ഗോ ടു ബീച്ചസ്. എൻ്റെ മദറിൻ്റെ വീട്ടിൽ അവിടെ ഹോം ടൗണിൽ ബീച്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ബീച്ചിലൊക്കെ പോയിട്ട് കുറേ നാളായി. ആ ഒരു ഫീല് തന്നെയായിരുന്നു ഇവിടെ സൺസെറ്റ് എല്ലാം കണ്ടപ്പോൾ. നമ്മൾ വന്ന ടൈം ഇങ്ങനെ സൺ ഇങ്ങനെ പതുക്കെ സെറ്റാവുന്ന ആ ഒരു ട്രാൻസിഷൻ we saw. And this is Baba's art. The art and the artist ആണിത്. ബാബ സ്പോട്ട് സ്കെച്ച് ചെയ്തതായിരുന്നു അത്. അങ്ങനെ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ടീ സ്പോട്ട് എത്തി. മിയ നൻതാത്ത ഞങ്ങൾ ഹോർലിക്സ് കുടിച്ച്, ബാക്കി എല്ലാവരും ചായ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വി ഡിസൈഡഡ് ടു ടേക്ക് ഹോം ഡിന്നർ. എല്ലാവരുടെയും വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ വാങ്ങി we took it home. എല്ലാവരും ടയേർഡായിരുന്നു. We had it with lots of chit chats and it was a good night with lots of memories.